പിന്നെ നമുക്കവിടെ പറയാനുള്ളത് വേറൊന്നുമില്ല. ഇപ്പം ഈ വീഡിയോ കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ പെണ്ണിന് എന്തിൻ്റെ ഒരു അസുഖമായിരുന്നു. ഭാര്യയും ഭർത്താവും ഹോസ്പിറ്റലിൽ പോയിട്ട് വരണം. ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിക്ക് ഭാര്യയ്ക്ക് വയ്യാതെയാണ്. അപ്പോൾ അവരൊരു റോഡിനോട് ചേർന്ന് സൈഡിൽ വണ്ടി ഒതുക്കിയൊന്ന് വിശ്രമിക്കുകയാണ്. ഇതിനിടെയാണ് ഒരു വാലൂരി വന്നിട്ട്, ഇവിടെ എന്താ നിങ്ങൾ കിടക്കണേ, ഇവിടെ എന്താ ഇവിടെ ഇതൊന്നും പറ്റില്ല, ഈ ജാതി അഭ്യാസങ്ങൾ. ഒരു 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 ചെറിയൊരു ഒരു കൊച്ച് വന്നിട്ട് പറയാണ്. ഈ കൊച്ചിൻ്റെ വർത്തമാനം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്കൊരു സമാധാനമായിട്ട് വയ്യായി വന്നാൽ പോലും സൈഡിൽ ഇരിക്കാനോ ഒന്ന് വിശ്രമിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ. എല്ലാവരും ഈ റോളാണ്. ആ ഭാര്യയും ഭർത്താവും മാന്യമായ രീതിയിലാണ് അവിടെ കാറ് സൈഡ് ഒതുക്കി പാർക്ക് ചെയ്ത് അവിടെ വിശ്രമിക്കുന്നത്. അപ്പോഴാണ് ഈ പെൺകൊച്ചിൻ്റെ ലീലാവിലാസങ്ങൾ. ഇതുപോലെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, മനസ്സിലായോ? ഓരോ ദിവസം ചെല്ലുന്നതോടെ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ഇത് ലേഡീസായ നമ്മൾ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട്, മനസ്സിലായോ? ആ പുള്ളിക്കാരൻ ചോദ്യം ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കൊരു പരിധിയുണ്ട് പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട്. കാരണം നിയമം മുഴുവൻ അവർക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് നിയമം മുഴുവൻ അവർക്കായതുകൊണ്ട് നമുക്ക് വേണ്ട പോലെ ചോദിക്കാനൊന്നും പറ്റില്ല. ആണുങ്ങളാണെങ്കിൽ നമുക്ക് ചോദിക്കാം, നമുക്ക് തട്ടി കയറാം. ഇത് നമ്മൾ ഒരു പരിധി വിട്ട് ഇവിടെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ അത് കേസ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ നോക്കി കണ്ടൊക്കെ സംസാരിക്കണം ലേഡീസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. അതാണ് വിഷയം. ഈ കൊച്ച് ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കുമെന്ന് നമ്മളൊന്നും അവരൊന്നും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. പിന്നെ പറയുന്നത് എന്തിനാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്താണ് ഒരു വണ്ടിയിട്ടാണെന്ന്. അതെങ്ങനെയാണ് ഒരു വീടും ഉമ്മറത്താവും? അത് റോഡാണ്, മനസ്സിലായി? ഒന്നും പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ അത് PW അങ്ങനെയുള്ള റോഡാണ്. അല്ലാണ്ട് കുറ്റങ്ങളുടെ വഴിയൊന്നുമില്ല, മനസ്സിലായി? അത് കണ്ടറിയാം. മെയിൻ വഴിയാണിത്, മെയിൻ റോഡാണ്. അപ്പോൾ ഈ വഴിയിൽ നിന്ന് കുറേ ഇറങ്ങിയിട്ടാണ് ഇവരുടെ വീട്. അത് കാണാൻ പോകുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ സംഭവം അവിടെ ഉണ്ടായിരിക്കണത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ. പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ലൈക്ക് ചെയ്തോളാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവം. ഈ ഒരു വിഷയമാണ് ഇവിടെ തീപ്പൊരിയായിട്ട് മാറിയിരിക്കുന്നത്, മനസ്സിലാവണ്ട? അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കേണ്ട, ക്രിയേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യം ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല, മനസ്സിലാവണ്ട? അപ്പോൾ അതാണ് എൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളിതുപോലെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒരേ യാത്ര പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ യാത്ര പോകുമ്പോൾ നിങ്ങൾ ഇതുപോലെ സൈഡൊക്കെ ഒതുക്കുമ്പോൾ നോക്കിയോളൂ അവിടെ ആൾക്കാരുടെ ഒരു സംഭവങ്ങളെ. പിന്നെ എന്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ വീഡിയോ എടുക്കണം, മനസ്സിലാവണ്ട? തെളിവാണ് ഇപ്പോൾ വേണ്ടത്. തെളിവില്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു എവിഡൻസ് ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ കംപ്ലീറ്റ് തെളിവാണ്, മനസ്സിലായോ? വീഡിയോ എടുത്താൽ മതി. എന്തുണ്ടെങ്കിലും വീഡിയോ ഓൺ ചെയ്ത് വെക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം, മനസ്സിലാവണ്ട? അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഈ പെണ്ണ് പറയണ്, ഇപ്പോൾ വീഡിയോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പെണ്ണ് പറയണ് ആ പെണ്ണിനെ കയറി തല്ലാൻ പോവുക അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത്. അപ്പോൾ അതാണ് ഞാൻ പറയണേ. അപ്പോൾ ഇനി ഇതുപോലെ ആവർത്തിക്കാതിരിക്കാനായിട്ട് ഇതുപോലുള്ള ആളുകൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് നല്ലത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ ഉണ്ടാകാനൊന്നും പോകണില്ല, മനസ്സിലാവണ്ട? കാരണം സ്ത്രീകളായതുകൊണ്ട് ഇഷ്യൂ നമ്മൾ ഉണ്ടാക്കില്ല. പരമാവധി ഒഴിഞ്ഞു മാറി പോകണത് നല്ലത്. പക്ഷെ നമ്മൾ ഒഴിഞ്ഞു മാറി പോകുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ തലയിൽ കയറും. അതൊരു കാര്യമാണ്, മനസ്സിലായോ? നമ്മുടെ തലയിൽ കയറി കഴിഞ്ഞാൽ ഒരു നരങ്ങും. അതാണ് ഏറ്റവും വിഷയം. നമ്മൾ ഒരു എണ്ണം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലേ അവിടെ ഒതുങ്ങുന്നത്. പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ അകത്തല്ലേ. അതാണ് നമ്മുടെ നിയമം. ഇപ്പോൾ ചില കാര്യങ്ങൾ ശരിയല്ല, ചില കാര്യങ്ങൾ ശരിയാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ നിയമത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാനുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും സ്ത്രീകൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളകത്താവും. അതാണ് ഇപ്പോഴത്തെ ഒരു സംഭവം. അതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഇനിയുള്ള യാത്രകളിലെല്ലാം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ യാത്ര ചെയ്യുക, മനസ്സിലാവണ്ട? ഇതുപോലുള്ള മാരണങ്ങൾ വന്ന് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതുപോലുള്ള മാരണങ്ങൾ പറയുന്നിടത്താണ് നിയമം. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കാനുണ്ട്, കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അവരത് കേസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തെന്ന് അറിയില്ല. അപ്പോൾ എന്ത് തന്നെയായാലും അത് രജിസ്റ്റർ ചെയ്യണത് നല്ലത്.
ഇത് മേലാക്കും ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ കാര്യം അതായിരിക്കും. മനസ്സിലാവണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ യാത്രകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുക. ഓക്കെ, എല്ലാം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.